വളരെ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ അതിഥിത്തൊഴിലാളി ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ ബാഗേൽ കൊല്ലപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. ആക്രമണത്തിൽ നേരിട്ട് പങ്കുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. തിരിച്ചറിഞ്ഞ പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 20 പേരെ പ്രതി ചേർത്ത കേസിൽ ഇതുവരെ ആകെ പിടികൂടാനായത് 8 പേരെ മാത്രം. ഒളിവിൽ പോയ പ്രതികളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. കേസിലെ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചു. പ്രതികളെന്ന് സംശയിക്കുന്ന ചിലർ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരെ പിടികൂടാനാണ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. കേസിൽ 20ഓളം പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആക്രമണത്തിന്റെയും അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നതിന്റെയും കൂടുതൽ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ നിലവിൽ 8 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസ് ആദ്യം അന്വേഷിച്ച വാളയാർ പോലീസ് 5 പ്രതികളെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിലെ SIT സംഘം 3 പ്രതികളെയും പിടികൂടി. കൊലപാതകത്തിന് പുറമെ 8 പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം, ജാതീയമായും വംശീയമായും അധിക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഡിസംബർ 17 വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ ബാഗേൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായത്. അന്ന് രാത്രി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ബാഗേൽ മരിച്ചത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.